ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘദൂര യാത്രകൾ പലപ്പോഴും ഒരു ചെറിയ ജീവിതം പോലെയാണ്. വൈവിധ്യമാർന്ന മനുഷ്യർ, വ്യത്യസ്തമായ ഭാഷകൾ, വികാരങ്ങൾ എന്നിവയെല്ലാം ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഒത്തുചേരുന്ന കാഴ്ച അതിമനോഹരമാണ്. എന്നാൽ പകൽ സമയത്തേക്കാൾ ഏറെ മുൻകരുതലുകളും മര്യാദകളും പാലിക്കേണ്ട ഒന്നാണ് രാത്രിയിലുള്ള ട്രെയിൻ യാത്ര. നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം ഉറങ്ങുന്ന ഒരു വലിയ ചലിക്കുന്ന വീടായി ട്രെയിൻ മാറുന്ന വേളയിൽ പരസ്പര ബഹുമാനവും നിയമപരമായ അറിവും ഓരോ യാത്രക്കാരനും അത്യന്താപേക്ഷിതമാണ്. റെയിൽവേ ഒരു പൊതുഗതാഗത സംവിധാനമായതുകൊണ്ട് തന്നെ അവിടെ പാലിക്കേണ്ട അലിഖിതമായ ചില നിയമങ്ങളും റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടുള്ള ചില ചട്ടങ്ങളുമുണ്ട്. ഇവ കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ യാത്ര സുഗമമാക്കുമെന്ന് മാത്രമല്ല, സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും സഹായിക്കും. രാത്രിയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളിലൊന്നാണ് മിഡിൽ ബെർത്തുമായി ബന്ധപ്പെട്ടത്. പകൽ സമയങ്ങളിൽ മിഡിൽ ബെർത്ത് താഴ്ത്തിയിട്ട് സീറ്റായി ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ രാത്രിയിൽ ഇതുറങ്ങാനുള്ള ബെർത്തായി മാറ്റുമ്പോൾ കൃത്യമായ സമയക്രമം പാലിക്കേണ്ടതുണ്ട്. റെയിൽവേയുടെ നിയമമനുസരിച്ച് രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് മിഡിൽ ബെർത്ത് യാത്രക്കാരന് അത് നിവർത്തിയിട്ട് ഉറങ്ങാൻ അവകാശമുള്ളത്. പലപ്പോഴും താഴത്തെ ബെർത്തിലിരിക്കുന്നവർ നേരത്തെ ഉറങ്ങാൻ ആഗ്രഹിച്ചാലോ അല്ലെങ്കിൽ മിഡിൽ ബെർത്തിലെ യാത്രക്കാരൻ പുലർച്ചെ 6 കഴിഞ്ഞും ഉറക്കം തുടർന്നാലോ ഇത് തർക്കങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. 6 മണി കഴിയുന്നതോടെ മിഡിൽ ബെർത്ത് മടക്കി വെക്കണമെന്നതാണ് നിയമപരമായ ബാധ്യത. കാരണം താഴത്തെ ബെർത്തിലിരിക്കുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ഏതെങ്കിലും യാത്രക്കാരന് അസുഖമോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പരസ്പര ധാരണയോടെ ഈ സമയക്രമത്തിൽ മാറ്റം വരുത്താവുന്നതുമാണ്. നിശബ്ദത എന്നത് രാത്രിയാത്രയിലെ ഏറ്റവും വലിയ ആഡംബരമാണ്. ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകൾക്കുള്ളിൽ രാത്രി 10 മണിക്ക് ശേഷം സൈലന്റ് അവേഴ്സ് അല്ലെങ്കിൽ നിശബ്ദ സമയം ആരംഭിക്കുന്നു. ഈ സമയത്ത് ഉറക്കെ സംസാരിക്കുകയോ മൊബൈൽ ഫോണിൽ ഉച്ചത്തിൽ പാട്ടുകൾ വയ്ക്കുകയോ വീഡിയോകൾ കാണുകയോ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയും പലരും ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാതെ വീഡിയോകൾ കാണുന്നത് പതിവാണ്. എന്നാൽ രാത്രിയിൽ ഇത് മറ്റുള്ളവരുടെ ഉറക്കത്തെ കാര്യമായി ബാധിക്കും. റെയിൽവേ സംരക്ഷണ സേനയ്ക്കും TTEമാർക്കും ഇത്തരം പരാതികളിൽ ഇടപെടാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അധികാരമുണ്ട്. ഡിജിറ്റൽ ലോകത്തെ മര്യാദകൾ ട്രെയിൻ യാത്രയിലും ബാധകമാണെന്ന ബോധ്യം ഓരോ യാത്രക്കാരനും ഉണ്ടാകണം. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കും വിശ്രമത്തിലേക്കും ശബ്ദം കൊണ്ട് കടന്നു കയറുന്നത് മാന്യമായ പെരുമാറ്റമല്ലെന്ന് നാം തിരിച്ചറിയണം. വെളിച്ചത്തിൻ്റെ കാര്യത്തിലും സമാനമായ നിയന്ത്രണങ്ങൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിസർവ് ചെയ്ത കോച്ചുകളിൽ രാത്രി 10 മണിയാകുന്നതോടെ പ്രധാന ലൈറ്റുകൾ അണയ്ക്കേണ്ടതാണ്. ഇതിനുശേഷം രാത്രികാല വിളക്കുകളോ ഓരോ ബെർത്തിനുമൊപ്പമുള്ള റീഡിംഗ് ലൈറ്റുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് മറ്റുള്ളവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ ഇത്തരം കർശനമായ നിയമങ്ങൾ പ്രായോഗികമല്ലെങ്കിലും റിസർവ്ഡ് കോച്ചുകളിൽ ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് TTEമാർ ഉറപ്പുവരുത്താറുണ്ട്. ജനലുകൾ അടച്ചിടുന്നതും കർട്ടനുകൾ വലിച്ചിടുന്നതും രാത്രിയിലെ തണുപ്പിൽ നിന്നും പുറത്തെ വെളിച്ചത്തിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും. വെളിച്ചം നിയന്ത്രിക്കുന്നതിലൂടെ കോച്ചിനുള്ളിൽ ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ദീർഘദൂര യാത്രക്കാരുടെ ക്ഷീണമകറ്റാൻ അത്യന്താപേക്ഷിതമാണ്. ലോവർ ബെർത്ത് യാത്രക്കാരുടെ മര്യാദകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ട്രെയിനിലെ ലോവർ ബെർത്ത് എന്നത് പ്രായമായവർക്കും ശാരീരിക പരിമിതിയുള്ളവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ രാത്രി 10 മണി കഴിഞ്ഞാൽ ഈ ബെർത്ത് പൂർണ്ണമായും ആ യാത്രക്കാരൻ്റെ ഉറക്കത്തിനുള്ള ഇടമായി മാറുന്നു. ആ സമയത്ത് മിഡിൽ ബെർത്ത് യാത്രക്കാരനോ അപ്പർ ബെർത്ത് യാത്രക്കാരനോ ലോവർ ബെർത്തിൽ ഇരിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ ലോവർ ബെർത്തിലിരിക്കുന്ന യാത്രക്കാരൻ തൻ്റെ ബെർത്ത് നിവർത്തിയിടാൻ അനുവദിക്കാതെ മിഡിൽ ബെർത്ത് യാത്രക്കാരനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. പരസ്പര ധാരണയോടെ നീങ്ങേണ്ട ഒരു സാഹചര്യമാണിത്. പകൽ സമയങ്ങളിൽ 3 യാത്രക്കാർക്കും ഒരുപോലെ ഇരിക്കാനുള്ള ഇടമായി ലോവർ ബെർത്ത് മാറുന്നുണ്ടെങ്കിലും രാത്രിയിലെ 10 മണി എന്ന സമയപരിധി എല്ലാവർക്കും തുല്യമായ വിശ്രമം ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും രാത്രിയാത്രകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. മിക്കവാറും എല്ലാ ട്രെയിനുകളിലും രാത്രി 10 മണിയോടെ പാൻട്രി കാറുകൾ പ്രവർത്തനം നിർത്താറുണ്ട്. 10 മണിക്ക് ശേഷം ഭക്ഷണം ഓർഡർ ചെയ്താൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതിനാൽ രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിൽ തന്നെ ലഘുഭക്ഷണങ്ങളോ അത്താഴമോ കഴിച്ചു തീർക്കുന്നതാണ് ഉചിതം. വലിയ സ്റ്റേഷനുകളിൽ പോലും രാത്രി വൈകി ഭക്ഷണം ലഭിക്കുക പ്രയാസകരമായിരിക്കും. ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ ട്രെയിൻ എത്തുന്ന സമയം കണക്കാക്കി നേരത്തെ തന്നെ ഓർഡർ നൽകാൻ ശ്രദ്ധിക്കണം. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തെ ബാധിക്കുമെന്ന ആരോഗ്യവശം കൂടി പരിഗണിക്കുമ്പോൾ നേരത്തെയുള്ള അത്താഴമാണ് എപ്പോഴും നല്ലത്. കൂടാതെ രാത്രിയിൽ കോച്ചിനുള്ളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം ചില സഹയാത്രികർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം എന്ന കാര്യവും മറക്കരുത്. സുരക്ഷാ കാരണങ്ങളാൽ ട്രെയിനുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാന നിയന്ത്രണമാണ് മൊബൈൽ ചാർജിംഗ് പോയിന്റുകളുടെ ഓഫ് ചെയ്യൽ. രാത്രി 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെ മിക്ക ട്രെയിനുകളിലും ചാർജിംഗ് പോയിന്റുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറുണ്ട്. ഇത് കേവലം വൈദ്യുതി ലാഭിക്കാനുള്ളതല്ല, മറിച്ച് വലിയൊരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ്.
രാത്രിയിൽ യാത്രക്കാർ ഉറങ്ങുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുകയോ മൊബൈൽ ബാറ്ററികൾ അമിതമായി ചൂടായി പൊട്ടിത്തെറിക്കുകയോ ചെയ്താൽ അത് തിരിച്ചറിയാൻ വൈകുകയും വലിയ തീപിടുത്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. മുൻപ് നടന്ന പല ട്രെയിൻ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിയമം കർശനമാക്കിയത്. അതിനാൽ യാത്രയ്ക്ക് മുൻപ് തന്നെ ഫോണുകൾ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ പവർ ബാങ്കുകൾ കൈവശം വയ്ക്കാനോ യാത്രക്കാർ ശ്രദ്ധിക്കണം. റെയിൽവേ നിയമങ്ങൾ പാലിക്കുന്നത് ഒരു പൗരന്റെ കടമ മാത്രമല്ല, മറിച്ച് ഒരു സഹജീവിയോടുള്ള കരുണ കൂടിയാണ്. ഓരോ യാത്രക്കാരനും തൻ്റെ അവകാശങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളെയും ബഹുമാനിക്കുമ്പോൾ ട്രെയിൻ യാത്രകൾ കൂടുതൽ മനോഹരമാകുന്നു. ടിടിഇമാരുടെ പരിശോധനകൾ രാത്രി 10 മണിക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് ചട്ടം. എങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൽ മാറ്റം വരാം. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി 139 എന്ന റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. സുരക്ഷിതവും സമാധാനപരവുമായ ഒരു യാത്ര ഉറപ്പാക്കാൻ ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഏത് ദീർഘദൂര യാത്രയും ആസ്വാദ്യകരമാക്കും. നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, സഹയാത്രികരെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാനും ശ്രമിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.